നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകിയപ്പോൾ ഗ്രാഫ് ഉയർന്നത് നരേന്ദ്രമോദിയുടെ. വിദേശ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിജയം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വിജയം കൂടിയാണെന്നാണ്. സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശം നൽകി ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിൽ മോദി കാണിച്ച ധൈര്യമാണ് പാകിസ്ഥാനിലെ ഈ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നിലുള്ളതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ നരേന്ദ്രമോദി ഇന്ത്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി മാറിയെന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ദിരാഗാന്ധിയേക്കാൾ തലപ്പക്കമുള്ള നേതാവായി ഇപ്പോൾ നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. 1971 പാകിസ്ഥാനെ വിഭജിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും നേതാവായി മാറി. അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ദിരയേക്കാൾ ഒരു പൊടി മകളിൽ നിന്നുകൊണ്ടാണ് മോദി ഈ തീരുമാനം കൈക്കൊണ്ടതെന്നും മോദിയുടെ ശക്തമായ രാഷ്ട്രീയ തീരുമാനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി പാകിസ്ഥാൻ മണ്ണിൽ നമ്മൾ കണ്ടതെന്നുമാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവഴി മോദിക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്റെ എതിരാളികളെയും ഒരേ സമയം നിശബ്ദരാക്കാൻ കഴിഞ്ഞു. പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണം പാകിസ്ഥാന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ വരെ ഞെട്ടിച്ചിരുന്നു. ഇന്ത്യ വളരെ കുറഞ്ഞ തോതിലുള്ള തിരിച്ചടി മാത്രമേ നൽകൂ എന്നാണ് പാകിസ്ഥാനും കരുതിയിരുന്നത്, ലോകത്തെ മിക്ക രാജ്യങ്ങളും കരുതിയിരുന്നത്. ബഹാവൽപൂർ അടക്കമുള്ള 20ഓളം സ്ഥലങ്ങളിൽ നടത്തിയ ഈ ആക്രമണം സത്യത്തിൽ ലോകരാഷ്ട്രങ്ങളാരും പ്രതീക്ഷിച്ചത് പോലുമില്ല. മോദിയും അജിത് ഡോവലും ക്യാബിനറ്റിന്റെ സെക്യൂരിറ്റി ചുമതലയുള്ള മന്ത്രിമാരും ഇന്ത്യയിലെ സൈനിക മേധാവികളും ചേർന്ന് വളരെ വിശദമായി ആലോചിച്ച് നടപ്പാക്കിയ ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ഇത്. കൃത്യമായും പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തണമെന്നും ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ എത്തണമെന്നും നരേന്ദ്രമോദി പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം സൈനിക ഇന്റലിജൻസും അജിത് ഡോവൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും കൃത്യമായി മനസ്സിലാക്കി അതുവഴി കാര്യങ്ങൾ ചെയ്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അത് നടക്കുമ്പോൾ തന്നെ പുറത്തേക്ക് വിടണമെന്ന സൈന്യത്തിന്റെ തന്ത്രം ശരിക്കും ഫലിക്കുകയായിരുന്നു. അതോടെ പാകിസ്ഥാനും മറ്റു ലോകരാഷ്ട്രങ്ങൾക്കും അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടി. ഇതോടെ ഒരു പടി കൂടെ കടന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി മാറുകയാണ്. ഇനി ഒരിക്കൽ കൂടി മോഡി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിച്ചാൽ BJPക്ക് ഇനിയും 2/3 ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഡൽഹിയിലെ ചില വിദേശ മാധ്യമ പ്രതിനിധികൾ പറയുന്നത്. കാരണം ഈ ഒരു ആക്രമണത്തോടെ ഇന്ത്യൻ മനസ്സിനെ മുഴുവൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നാണ് അവർ പറയുന്നത്. 71 ഇന്ദിരാഗാന്ധി എങ്ങനെയാണോ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് നടന്നു കയറി ചെന്നത്, അതുപോലെ തന്നെ ഈ ആക്രമണത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് അടിവെച്ച് കയറാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നു എന്നാണ് ഈ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന നേതാവ് എന്നുള്ള പ്രതിച്ഛായ ഇന്ത്യൻ സമൂഹത്തിൽ മോദിക്ക് ഉണ്ട്. ഈ പ്രതിച്ഛായയാണ് മോദി വരും കാലങ്ങളിലും ഉപയോഗിക്കാൻ പോവുക. ഏതായാലും പാകിസ്ഥാൻ മണ്ണിൽ കയറി ഇന്ത്യൻ സേന നടത്തിയ ഈ കനത്ത ആക്രമണം, ഭീകരവാദ കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യൻ സേന നടത്തിയ ഈ ആക്രമണത്തിന്റെ മുഴുവൻ പ്രേരക ശക്തിയും അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിലുള്ള ശക്തമായ രാഷ്ട്രീയ തീരുമാനമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇന്ത്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ജനനേതാവായി മാറിയിരിക്കുകയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം മോദിയാണ് BJPയെ നയിക്കുന്നതെങ്കിൽ ഇനി മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടാകില്ലെന്നുമാണ് വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന BBC-യുടെയും CNN-ന്റെയും ലേഖകന്മാർ പറയുന്നത്. ഏതായാലും വിദേശ മാധ്യമങ്ങളടക്കം മോദിയുടെ ഈ തന്ത്രപരമായ നീക്കത്തെ ശ്ലാഘിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ കയറി നടത്തിയ ഈ ആക്രമണം ഒരു 3 യുദ്ധം ജയിക്കുന്നതിന്റെ ഫലമാണ് ഉണ്ടാക്കിയതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ BBC ഉറുദു ചാനൽ പോലും ഇന്ത്യയുടെ കൃത്യമായ ഈ ആക്രമണത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. ഏതായാലും നരേന്ദ്രമോദിക്ക് ഇനി ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവരെല്ലാവരും അടിവരയിട്ട് പറയുന്നു. കൃത്യമായും ഒരു രാഷ്ട്രീയ നീക്കം, രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് പാകിസ്ഥാനിൽ കയറിയുള്ള തിരിച്ചടിക്ക് പിന്നിൽ ഉണ്ടായത്. സൈന്യത്തിന് എല്ലാ അധികാരവും അവകാശവും ഇക്കാര്യത്തിൽ നൽകുന്നുവെന്ന് പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രധാനമന്ത്രിയും
പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സൈനിക മേധാവികളും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലടങ്ങുന്ന ഈ ഉന്നതതല സംഘം ഓരോ നീക്കവും വിലയിരുത്തി കൃത്യമായിട്ടും ചെയ്ത കാര്യം വിജയിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നീങ്ങിയത്. കൃത്യമായി സൈന്യം ആ ഉത്തരവ് നടപ്പാക്കുകയും ചെയ്തു. ഏതായാലും നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ വലിയ ജനനേതാവാക്കി മാറ്റാൻ, പറഞ്ഞാൽ പറഞ്ഞു ചെയ്യുന്ന കരുത്തനായ നേതാവാക്കി മാറ്റാൻ ഈ പ്രത്യാക്രമണം ഉപകരിച്ചു എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.